ജലവിതരണം മുടങ്ങിയതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിൽ. മോട്ടോർ തകരാറിലായതോടെയാണ് ജലവിതരണം തടസ്സപ്പെട്ടത്. വെള്ളം മുടങ്ങിയതോടെ 4 നില കെട്ടിടത്തിന് മുകളിലേക്ക് വെള്ളം ബക്കറ്റിൽ ചുമന്നുകൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ. ഞാൻ ഇവിടെ എൻ്റെ വൈഫിനെ പ്രസവവാർഡിലേക്ക് ഇന്നലെയാണ് അഡ്മിറ്റ് ചെയ്തത്. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവർ പറഞ്ഞു വെള്ളമില്ല, താഴത്തു നിന്ന് ആവശ്യമുള്ള ഒരു വെള്ളം ബക്കറ്റിലെടുത്ത് മേലെ കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം 2 ദിവസമാവും 3 ദിവസമാവും പറഞ്ഞു ഫസ്റ്റ്. പിന്നെ പറഞ്ഞു 7 മണിയാവും. 7 മണിക്ക് ശേഷം വെള്ളം വന്നില്ല. പിറ്റേ ദിവസം രാവിലെ വരെയായി, രാവിലെ വന്നില്ല. രാത്രി മുതൽ ഫുള്ള് 5 നില ബിൽഡിംഗിൽ. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഇതുവരെയും പ്രതിസന്ധി പരിഹരിച്ചില്ലേ? ദിവ്യ, ഇതുവരെയും പ്രതിസന്ധി പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ മെഡിക്കൽ കോളേജിലേക്ക്, മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രധാനമായും ഈ നഗരത്തിൽ തന്നെയുള്ള പുത്തൻകുളത്ത് നിന്നും ചെരണയിൽ നിന്നുമാണ് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ ഈ പുത്തൻകുളത്തെ 2 മോട്ടോറുകളും കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് തന്നെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പിന്നീട് ചെരണയിൽ നിന്നായിരുന്നു വെള്ളം എത്തിച്ചിരുന്നത്. ഈ ചെരണയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിന്റെ മോട്ടോർ പമ്പുകൾക്ക് ലീക്കേജ് വന്നതോടുകൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായും വെള്ളം വരുന്നത് നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ഈ നിരവധി വരുന്ന രോഗികളും കൂട്ടിരിപ്പാരൊക്കെ ദുരിതത്തിലായിരിക്കുകയാണ്. ശുചിമുറിയിൽ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യം. പലപ്പോഴും ശസ്ത്രക്രിയ അടക്കം, അതായത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ അടക്കം ഇത് ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ താൽക്കാലികമായി ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് OPക്ക് മുന്നിൽ ഒരു താൽക്കാലിക ടാങ്ക് നിർമ്മിച്ച് അതിലേക്ക് വെള്ളം എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വെള്ളം ചുമന്നുകൊണ്ട്, അതായത് ബക്കറ്റിലെടുത്ത് ചുമന്നുകൊണ്ട് വേണം ഇപ്പോൾ ആളുകൾ 3ഉം 4ഉം നിലയുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. മാത്രമല്ല MBBS വിദ്യാർത്ഥികൾക്കടക്കം അവധി നൽകിയിരിക്കുകയാണ്. അവിടെ ഈ ബിൽഡിംഗിൽ ഒന്നും തന്നെ, അതായത് ഈ ടാങ്കിൽ ഒന്നും തന്നെ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് കാര്യമായി ബാധിക്കുന്നുണ്ട്. രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. ജംഷീർ കൊടിഞ്ഞിയാണ് വിശദാംശങ്ങൾ നൽകിയത്.